പിള്ളേർ മിണ്ടായി പിള്ളേരെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, ഞങ്ങൾ കുറച്ചൊരു ഒരു ഓണമായിട്ടൊക്കെ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് എവിടെയെങ്കിലും ഒന്ന് കൂടാം എന്നൊക്കെയുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ട്രിപ്പിൽ ഇല്ലായിരുന്നു. ലാസ്റ്റ് ടൈമിലാണ് ഞാൻ എൻ്റെ കിടന്ന് കറങ്ങും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം താന്നിയിലാണ് കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷാഡോസിലുള്ള എല്ലാവരും അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. എന്നെ വിളിക്കാറുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ പറ്റാറില്ല ഇതിന് മുമ്പേ വിളിച്ച ടൈമിലൊന്നും. അപ്പോൾ ഒന്നുമില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഫുഡടി ബഹളം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടി ഒന്ന് അടിച്ചു വിളിക്കാമെന്ന് വിചാരിച്ചു. ഇവർ തന്നെ പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റേതായ കുറച്ച് ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ കാരണം വരാൻ പറ്റത്തില്ല എന്ന് കരുതി തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ടൊന്ന് മാറി നിൽക്കണം. ഞാൻ ദൂരോട്ടൊക്കെ പോയിട്ടും യാത്ര ചെയ്തിട്ടൊക്കെ കുറേ ആയി, ഒന്ന് മാറി നിന്നിട്ടൊക്കെ കുറേ ആയി. അപ്പം ഞാൻ അപ്പോഴോട്ട് ഇങ്ങനെ കുറേ പ്ലാൻ ചെയ്യലുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഇവരോട് അങ്ങ് കൂടാന്ന്. അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ. ഇനി 2 പേര് വരാനുണ്ട്, ആരതിയും പ്രാശിയും കൂടെ വരാനുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. മാഹിനും വരാനുണ്ടെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും വെളിയിൽ നിന്ന് ഇൻട്രോ പറയാമെന്ന് വെച്ചപ്പോഴത്തേക്ക് ഭയങ്കര വെട്ടക്കുറവ്. അപ്പം ഞാൻ വെച്ച് റൂമിൽ കയറി ഇൻട്രോ പറഞ്ഞിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി പോകാമെന്ന്. ഇതാണ് ഞങ്ങളുടെ റൂം. ആ റൂമിൽ വലുതായിട്ടൊന്നും കാണിക്കാനില്ല, അതുകൊണ്ടൊന്നും കാണിക്കുന്നില്ല. ശരി, കാണാം. ഹലോ ഗൈസ്, ഹായ് പറഞ്ഞിട്ടോ. അജ്മലേട്ടൻ പ്രവാസി. ഇതെന്താ 6 കിലോ എങ്ങണ്ടില്ലായിരുന്നു പറഞ്ഞില്ലേ? നൗഫലിക്ക അല്ല നൗഫലേട്ടാ, എന്തൊക്കെയാ ഇന്ന് സ്പെഷ്യൽ? ചിക്കൻ ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ കറിയുണ്ട്. പിന്നെ പൊറോട്ട ലവേഴ്സ്, എല്ലാവരും പൊറോട്ട ലവേഴ്സ് ആണ്. നമ്മൾ പൊറോട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പൊറോട്ട കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ശരീരം നോക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എന്നെ പോലുള്ളത്. അവർക്ക് വേണ്ടി നമ്മൾ ചപ്പാത്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. അൺലിമിറ്റഡ് ഫുഡ് വന്നത്തെ കൺസെപ്റ്റ്. ആഘോഷിക്കും, അർമാദിക്കും. ഓക്കെ, കുക്കിംഗ് ജോലി മാത്രമേ കുക്കിംഗ് ജോലി മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയൊക്കെ കണ്ടുള്ളവരാണ്. പ്രിൻസാണ് അതാര്? അയ്യാ, ഇത് കടലാണ് കേട്ടോ. ഇങ്ങോട്ട് അടിപൊളി. ഇത് എത്ര സമയം എടുക്കും? ഇതൊരു ഹാഫ് ആൻ അവർ ടു 1 അവർ. അയ്യോ, മോനെ അയ്യോ.
ഇന്നലെ ഞാൻ എപ്പോൾ കിടന്നുറങ്ങിയെന്ന് എനിക്കറിയാം. ഞാൻ ഓൾറെഡി ഉറക്കമില്ലാതാട്ടോ വന്നത്. ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്കൊന്നും ഉറക്കം വന്നിട്ട് വയ്യ. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അവസരം ഞാനും ആരും ഇവിടെ വന്ന് ആദ്യമേ കിടന്നു തുടങ്ങി കേട്ടോ. ഞങ്ങളുടെ റൂം ഇതായിരുന്നു. അകത്തോട്ട് വരുന്നത് നമ്മൾ ഫുള്ള് ഇതൊരു പ്രൈവറ്റ് ഒരു ഏരിയ നമ്മളുടെ പ്രൈവറ്റ് സ്പേസ് ആയിട്ട് അങ്ങ് വിടും കേട്ടോ. ഈ ഡോറിങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ആരും വരത്തില്ല. ഇവിടെ ഈ 2 റൂമേ ഉള്ളൂ. അങ്ങോട്ട് അങ്ങനെ വേറെ റൂമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഒരു ശല്യമില്ല, നമ്മളും ആർക്കും ശല്യമായില്ല. ഇവിടെ അടുത്തൊന്നും വീടും അങ്ങനെയൊന്നുമില്ല. വേറെ റൂമുകളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയില്ല. ഇങ്ങനെ വരും ഫുള്ളിങ്ങോട്ട്. ഫുഡൊക്കെ ഉണ്ടോ? അയ്യോ എൻ്റെ മുഖം. ഞാനങ്ങനെ ഞാനിവിടെ വന്ന് കിടന്നു ഉറങ്ങി. ബാക്കിയുള്ളവരൊക്കെ എപ്പോൾ വന്ന് കിടന്നോ എന്തോ. ഓരോരുത്തരായിട്ട് ഉറക്കം വേണ്ടിയിട്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ബോയ്സിൻ്റെ റൂം. രാത്രി തറയില ഫോണാ ഇതാരേ കമ്മ നടക്കുന്നത്? സാധു ഇവിടെ. എടാ നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു വെച്ച് ഒറ്റയ്ക്ക് കഴിച്ചാ? ഒരു മുറുക്ക് വന്നിട്ടൊക്കെ വാങ്ങിച്ച് രാത്രി കഴിക്കുന്നു. കഴിക്കാൻ പറ്റുമോ? ഗോവയെത്തി വാ. ഞാൻ ഈ റൂമിൽ നിന്ന് പതിയെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഞാനും ആരതിയും കൂടെ ചായ വേണം. എല്ലാവർക്കും വേണം ചായ. പാടി അങ്ങോട്ട് പോയിട്ട് ആണോ? യാത്രാ മൊഴിയല്ല, യാത്രാ മോഹി. പോടാ അങ്ങോട്ട്. യാത്ര മൊഴിയത് ഇല്ല ഇല്ല. നല്ല രസമാണ്. ഓ അടിപൊളി. ഇവിടുത്തെ കോലം. ടെന്റിൽ ആരൊക്കെയോ കിടന്നു കേട്ടോ. ആ അടിപൊളി. പ്ലാനിൽ ചെറിയൊരു ചേഞ്ച്. ഞങ്ങള് ചായ കുടിക്കാൻ പോയിട്ട് വന്നിട്ട് ഫ്രണ്ട് പോയിട്ട് വന്നിട്ട് ഞാൻ കടപ്പുറത്തോട്ട് പോകാമെന്ന് വെച്ചു. 12 മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ ഗീതു കിടന്നുറങ്ങി. ഗീതു എണീറ്റ് വന്നില്ല. ഗീതുവും വരുന്നില്ല, സുമിയും വരുന്നില്ല. ബാക്കി ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ. ചായ കുടിക്കത്തില്ല, മീൻ നോക്കാൻ പോയി. അയ്യോ നല്ല രസമായി. ഓരോരുത്തർ ചായ കുടിക്കാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഞങ്ങൾ എന്തായാലും ചായ കുടിക്കാൻ പോകും. നല്ല വെയില് വെയില് വെയില്. നമ്മളിവിടെ പറയുന്നത് തേടെന്നാണ്, പിന്നെ കൂലി എന്ന് പറയും. ഇത് ഭയങ്കര വലിയ സൈസാണ് മീനല്ലേ, പൊട്ടുന്ന മീൻ. വലുതാവാം, കായലിൽ വലുതാവത്തില്ല, കടലിൽ ഇത്രയും വലുതാവും. ഞങ്ങളിവിടെ ചായ കുടിക്കാനായിട്ട് കടയിൽ വന്നു. ഇറങ്ങി നിന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു. ഇപ്പം നോക്ക്, വരുന്നുണ്ട് കേട്ടോ.
എല്ലാവരും പതിയെ ഒരു മീൻകാരൻ ചേട്ടനെ കണ്ടപ്പോഴത്തേക്ക് അവിടെ മീനിന്റെ വിലയൊക്കെ ചോദിച്ചു ചുമ്മാ വാങ്ങിക്കാൻ. ഇപ്പൊ അവള് വരുന്നേ. ഞങ്ങൾ രണ്ടുകൂടെ ഞങ്ങൾക്ക് ചായ വേണമെന്ന് പറഞ്ഞ് നടന്നു പോയിരുന്നു. അപ്പൊ പയ്യെ നടന്നു വരുന്നുണ്ട് എല്ലാവരും. എനിക്ക് തോന്നുന്നു പ്രവീൺ ചേട്ടനൊക്കെ വെയിറ്റ് ചെയ്ത് തന്നെയായിരുന്നു. അതെ എല്ലാവരും ഉണ്ട്. ഞങ്ങള് ചായ കുടിച്ചിട്ട് ആ കടയ്ക്ക് നേരെ ഓപ്പോസിറ്റുള്ള ഞങ്ങളിനിപ്പോൾ റൂമിൻ്റെ അവിടെ നിന്ന് ചെന്നിട്ട് ഒന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ നടന്നു വന്നപ്പോൾ വിചാരിച്ചു ഇങ്ങോട്ട് വന്നു വീഡിയോ എടുത്തിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാം. നല്ല രസമുണ്ട്. ഭയങ്കര വെയിൽ, പക്ഷേ തണുത്ത കാറ്റും വെയിലും. അവൾ അവിടെ ചിരിക്കുന്നു എന്നെ നോക്കി. ആൾക്കാരെല്ലാം ഓടി ബാക്കി ഞാനവിടെ ഒറ്റയ്ക്ക് അനങ്ങാതെ നിൽക്കും. ആനാന്ന് വീഡിയോ നിർത്തുന്നത്. വീഡിയോ ആയിരുന്നു അത് പറയാൻ എന്തെന്ന് പറഞ്ഞോണ്ടിരുന്നത് ഫോട്ടോ. ഹലോ ഗായ്സ്. ഞങ്ങളെല്ലാരും ഇവിടുന്ന് തിരിച്ചു. ഗായ്സ്. ഇങ്ങനെ ഗോവ ട്രിപ്പൊക്കെ കഴിഞ്ഞു. സൈഡിൽ എഴുതി വെക്കാം ഗോവയെന്ന്. കൊല്ലം താന്തി. ഞാൻ അടുത്തോട്ട് വരുന്നതിനനുസരിച്ച് ഒരു തിര പോലും ഇങ്ങോട്ട് വരുന്നില്ല.